പാചകീയ വിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്പെഷ്യൽ ഫ്രൈ ആണ്. എല്ലാവരും എൻ്റെ ചാനലിന് വേണ്ടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. പാത്രം നന്നായി ചൂടായ ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വലിയ പീസായി മുറിച്ച ചിക്കൻ തോലോട് പൊടിയുള്ളത് ഇതിലേക്ക് ഇടുക. അഞ്ച് മിനിറ്റ് നന്നായി വഴറ്റിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലാവും. ചെറുതായി ബ്രൗൺ നിറം ആകുന്നത് വരെ ചിക്കൻ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക. നല്ലെണ്ണ കുറച്ച് കൂടി ചേർക്കാം. ഇപ്പോൾ 5 മിനിറ്റ് സമയമായി. മൂടി തനിയായിട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നന്നായി ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക. നല്ലെണ്ണ. എണ്ണ നന്നായി ചൂടായ ശേഷം അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ബ്രൗൺ നിറമായി. അതിനുശേഷം 2 സവാള അരിഞ്ഞത്, 1 കിലോ ചിക്കന് 2 സവാള അരിഞ്ഞത്, നന്നായി ഇളക്കി കൊടുക്കുക. സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. കുറച്ച് കുറെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 2 സ്പൂൺ, 1 കിലോ ചിക്കന് 2 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, മഞ്ഞൾപ്പൊടി ചിക്കനിൽ
ഇതിന് മുമ്പേ ഇട്ട് വച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. കുരുമുളക് പൊടി 2 സ്പൂൺ. ഏലക്കാപ്പൊടി അല്പം. എല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം മിക്സിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്ത കാഷ്യൂനട്ടും അണ്ടിപ്പരിപ്പും വലിയ ഉള്ളിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഏലക്കാപ്പൊടി എല്ലാം ചേർത്ത് അരച്ചെടുത്ത മസാലയാണ് കാണുന്നത്. കുറച്ച് കോരി വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിക്കും. മഞ്ഞപ്പൊടിയും എണ്ണയും ചേർത്ത് 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ചിക്കൻ ഇതേപോലെ ആണ് വന്നിരിക്കുന്നത്. കുക്കറിൽ 4 വിസിൽ വരെ വെന്ത് പാകമായി വരും. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ചൂടോടെ ഉപയോഗിക്കുന്നത്. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും രാജകീയ വീടിൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.